ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചീസ് കേക്കാണ്. അപ്പോൾ അതിനെന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ബിസ്ക്കറ്റ് വേണം 120 ഗ്രാം, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം. പിന്നെ മെൽറ്റ് ചെയ്ത ബട്ടർ, ക്രീം ചീസ്, പൗഡേർഡ് ഷുഗർ അല്ലെങ്കിൽ ഐസിങ് ഷുഗർ എടുക്കുക, യോഗേർട്ട്, വിപ്പിംഗ് ക്രീം, എഗ്ഗ്, കോൺഫ്ലോർ, വാനില എസൻസും ലെമൺ ജ്യൂസും. ആദ്യം നമുക്ക് ബിസ്ക്കറ്റൊക്കെ നല്ല പൊടിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം സ്മൂത്തായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ബിസ്ക്കറ്റ് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബേസ് കറക്റ്റ് കൺസിസ്റ്റൻസി ആയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു നല്ല കറക്റ്റ് ഷേപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ബട്ടർ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണം. ഇനി മൗൾഡിലൊക്കെ നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുക്കുക. ഞാൻ സൈഡിൽ ക്ലിപ്പുള്ള ടൈപ്പ് മൗൾഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും. ഇനി മൗൾഡിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. ബേസ് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബേസ് നല്ല ലെവലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയം നമുക്കൊരു ബൗൾ എടുത്തിട്ട് ക്രീം ചീസ് അതിലേക്ക് ആഡ് ചെയ്യാം. ക്രീം ചീസ് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് ഐസിങ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഐസിങ് ഷുഗർ ഇല്ലെങ്കിൽ പൗഡേർഡ് ഷുഗർ എടുത്താൽ മതി. ഇപ്പോൾ ക്രീം ചീസ് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്നും കൂടെ സ്മൂത്തായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് യോഗേർട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലെയിൻ യോഗേർട്ടാണ് ആഡ് ചെയ്യേണ്ടത്. എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഒരു ഫ്ലേവേർഡ് ടൈപ്പ് യോഗേർട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം.
അടുത്തതായിട്ട് നമുക്കൊരു ബൗളിൽ വിപ്പിംഗ് ക്രീം എടുക്കാം. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നല്ല സ്റ്റിഫായിട്ട് ആവുന്നത് വരെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്രീം ചീസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ബൗള് ഫുള്ളായിപ്പോയി. അതുകൊണ്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് മിക്സ് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ മിക്സിലേക്ക് ഇനി 2 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഈ മിക്സിലേക്ക് ഇനി കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം മിക്സ് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നമ്മുടെ ബേസ് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ചീസ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു പാനിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതൊരു 10 മിനിറ്റ്സ് ചൂടാക്കിയിട്ടുണ്ട് കവർ ചെയ്തിട്ട്. അതിലേക്ക് നമുക്ക് ഈ മൗൾഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ചീസ് കേക്ക് 30 മിനിറ്റ്സ് മീഡിയം ഹീറ്റിലും 30 മിനിറ്റ്സ് ലോ ഹീറ്റിലും ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. അതിന് ശേഷം ഒരു 4 hours എങ്കിലും റെഫ്രിജറേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ചീസ് കേക്ക് റെഡിയായി. അപ്പോൾ ഈ ചീസ് കേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ തന്നെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.